ബ്രസീൽ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് വേൾഡ് കപ്പാണ്. അതിനുള്ള മെയിൻ കാരണം അവർ നേടിയ 5 വേൾഡ് കപ്പ് അല്ല. അതിനുള്ള മെയിൻ കാരണം അവർ വേൾഡ് ഫുട്ബോളിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഇതിഹാസ താരങ്ങളാണ്. പെലെ മുതൽ നെയ്മർ വരെ എത്രയോ ഇതിഹാസ താരങ്ങളെ അവർ വേൾഡ് ഫുട്ബോളിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞാനൊരു 1990s മുതൽ ഫുട്ബോൾ കാണുന്ന ഒരാളാണ്. ഇയർ ആഫ്റ്റർ ഇയർ വേൾഡ് ഫുട്ബോളിന് ഇഷ്ടംപോലെ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സിനെയും ഇതിഹാസങ്ങളെയും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ടീമാണ് ബ്രസീലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കണ്ട വേൾഡ് കപ്പിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ബ്രസീലിയൻ ഫുട്ബോളേഴ്സിൻ്റെ പേര് ഞാൻ പറയാം. റൊമാരിയോ, ബെബെറ്റോ, കഫു, ഡുങ്ക, പിന്നെ റോബർട്ടോ കാർലോസ്, കക്ക, റൊണാൾഡിഞ്ഞോ, അങ്ങനെ ഇഷ്ടം പോലെ, റിവാൾഡോ, അങ്ങനെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഇപ്പോഴിതാ നെയ്മറിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോഴത്തെ വേൾഡ് കപ്പിനുള്ള നാഷണൽ ടീം സ്ക്വാഡ്, അതായത് 2026 പ്രഖ്യാപിച്ച നാഷണൽ ടീം സ്ക്വാഡ് പിൻ കാലഘട്ടങ്ങളിലുള്ള നാഷണൽ ടീം സ്ക്വാഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്കാണെന്ന് പറയേണ്ടി വരും. പിൻ കാലഘട്ടങ്ങളിലുള്ള നാഷണൽ ടീം സ്ക്വാഡുകളിൽ ഇഷ്ടംപോലെ സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നാഷണൽ ടീം സ്ക്വാഡിൽ ആകെ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ. ആ ഒരു സൂപ്പർ സ്റ്റാർ നെയ്മറാണ്. നെയ്മർ ഇസ് റിയലി പാസ്റ്റ് ഹിസ് പ്രൈം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കരിയറിൻ്റെ എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കരിയറിൽ തിരശ്ശീല വീഴാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള ഒരു ലാസ്റ്റ് ഡാൻസ്, അതാണ് നെയ്മറിന് ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് അവരുടെ കോച്ചാണ്, കാർലോ ആൻചലോട്ടി, ഡോൺ കാർലോ. എനിക്ക് തോന്നുന്നത് ബ്രസീൽ വേൾഡ് കപ്പിന് വരുമ്പോഴെല്ലാം അവരെ കോച്ച് ചെയ്തിരുന്നത് ബ്രസീലിയൻ നാഷണാലിറ്റിയുള്ള അല്ലെങ്കിൽ ബ്രസീലുകാരായ കോച്ചുമാരാണ്. പക്ഷേ ഇപ്രാവശ്യം അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു യൂറോപ്യൻ കോച്ചിനെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഡോൺ കാർലോ. ഡോൺ കാർലോ ആൾ ചില്ലറക്കാരനല്ല. ഹി ഹാസ് സീൻ ഇറ്റ് ഓൾ, ഹി ഹാസ് ഡൺ ഇറ്റ് ഓൾ. ശരിക്കും പറഞ്ഞാൽ മാനേജർമാരുടെ ഇടയിലെ ഒരു അധികായനാണ് കാർലോ ആൻചലോട്ടി. യൂറോപ്പിലെ എല്ലാ മികച്ച ലീഗുകളിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ ലീഗിൽ AC മിലാൻ്റെ കൂടെ അദ്ദേഹം ലീഗ് നേടിയിട്ടുണ്ട്, ഡൊമസ്റ്റിക് കപ്പുകൾ നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ ലീഗയിൽ സ്പെയിനിൽ റയൽ മാഡ്രിഡിൻ്റെ കൂടെ ലാ ലീഗ നേടിയിട്ടുണ്ട്, ഡൊമസ്റ്റിക് കപ്പുകൾ നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. പിന്നെ ബുണ്ടസ് ലീഗയിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് വേണ്ടി അദ്ദേഹം ലീഗ് നേടിയിട്ടുണ്ട്, ഡൊമസ്റ്റിക് കപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ ക്ലബ് ലെവലിൽ അദ്ദേഹം നേടേണ്ടതെല്ലാം നേടിയിട്ടുണ്ട്. പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ അസൈൻമെൻറ്റാണ്. ഒരു വേൾഡ് കപ്പ് നേടുക എന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരിക്കാം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിരിക്കാം ഈ ഒരു ബ്രസീലിയൻ ജോബ് അദ്ദേഹം ഏറ്റെടുത്തത്. കാർലോ ആൻചലോട്ടി വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഒരിക്കലും റിജിഡ് അല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് അദ്ദേഹം തന്ത്രങ്ങൾ മെനയുന്നത്. 4-4-2 ഫോർമേഷൻ അദ്ദേഹത്തിന് ഓക്കെയാണ്, 4-3-3 ഫോർമേഷൻ അദ്ദേഹത്തിന് ഓക്കെയാണ്, 4-2-3-1 ഫോർമേഷൻ അദ്ദേഹത്തിന് ഓക്കെയാണ്. ഏത് ഫോർമേഷനും അദ്ദേഹത്തിന് ഓക്കെയാണ്. ഫോർമേഷൻ ഉണ്ടാക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി, അവരുടെ ക്വാളിറ്റീസ്, അവരുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, നെഗറ്റീവ്സിനെ മറച്ചു വെച്ച് പോസിറ്റീവ്സിനെ കൂടുതൽ പ്ലസ് ആയിട്ട് കാണിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഫോർമേഷനും തന്ത്രങ്ങളും എല്ലാം. മോഡേൺ ഡേ ഫുട്ബോളിൽ ഹൈ പ്രസിംഗ് ഗെയിമാണ് കളിക്കുന്നത്, ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമാണ് കളിക്കുന്നത്. അത് ഒരിക്കലും ബൈ ചെയ്യാത്ത ഒരു പ്ലെയറാണ് കാർലോ ആൻചലോട്ടി. കാർലോ ആൻചലോട്ടിയുടെ പ്രസിംഗ് എന്ന് പറയുന്നത് മിഡ് ബ്ലോക്ക് ആയിരിക്കും. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് പ്ലെയേഴ്സിനെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുക. അറ്റാക്കിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്രിയേറ്റീവ് പ്ലെയേഴ്സുള്ള ഒരു ടീമാണ് കാർലോ ആൻചലോട്ടി ബിൽഡ് ചെയ്യാറ്. ഇങ്ങനെ ക്രിയേറ്റീവ് പ്ലെയേഴ്സിനെ ഫ്രീ ആയിട്ട് വിടുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡിഫൻസീവ് സ്ട്രക്ചർ നല്ല സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിഫൻസീവ് സ്ട്രക്ചർ ആൻഡ് ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് എല്ലാ ക്ലബ്ബുകളിലും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രസീലിയൻ നാഷണൽ ടീമിലും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിഡ് ബ്ലോക്ക് പ്രസിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പ്ലെയേഴ്സിന് അവരുടെ എനർജി സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് ഫ്രഷ് ആയിട്ട് 90 മിനിറ്റ്സും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ അവർക്ക് സാധിക്കും. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ, സ്വന്തം ടീം ഡിഫെൻഡ് ചെയ്യുമ്പോൾ ആ ഡിഫെൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവർ ഫ്രീ സ്പേസിൽ നെക്സ്റ്റ് അറ്റാക്കിനായിട്ട് അലേർട്ടായിട്ട് നിൽക്കുമായിരിക്കും ചെയ്യുക. അതിനായിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുക. നെക്സ്റ്റ് പാസിനായിട്ട്, നെക്സ്റ്റ് ത്രൂ ബോൾസിനായിട്ട് അവർ ഫ്രീ സ്പേസിൽ നിൽക്കും. അതാണ് അവരുടെ റോൾ. മോഡേൺ ഡേ ഫുട്ബോൾ പാസിംഗ് ഫുട്ബോളാണ്, പൊസഷൻ ബേസ്ഡ് ഫുട്ബോളാണ്. കുറേ പാസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുക, എതിർ ടീമിൻ്റെ ഡിഫൻസിനെ അൺലോക്ക് ചെയ്യുക, ഗോൾ അടിക്കാൻ ശ്രമിക്കുക. ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ബോൾ റീസൈക്കിൾ ചെയ്യുക, വീണ്ടും പാസ് കൺസ്ട്രക്റ്റ് ചെയ്യുക, വീണ്ടും ഗോൾ അടിക്കാൻ ശ്രമിക്കുക. അതായത് പൊസഷൻ സ്വന്തം കയ്യിൽ തന്നെ വെക്കുക. അതിനെയാണ് പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ വക്താവ് എന്ന് പറയുന്നത് പെപ്പ് ഗ്വാർഡിയോളയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്ത് ഇഷ്ടംപോലെ മാനേജേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഒരു പരിധിവരെ യർഗൻ ക്ലോപ്പും ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മാനേജർമാർ, മോഡേൺ ഡേ മാനേജർമാർ ഉള്ള ഈ ഒരു കാലഘട്ടത്തിലും സ്വന്തം പ്രാഗ്മാറ്റിക് സ്റ്റൈലിലൂടെ ഈ മാനേജർമാരെ എല്ലാം തോൽപ്പിച്ച് കപ്പ് നേടിയ ഒരാളാണ് കാർലോ ആൻചലോട്ടി.
ബ്രസീലിൻ്റെ കയ്യിൽ മാസ്റ്റർ ടാക്ടീഷ്യനായ, മാസ്റ്റർ മാനേജറായ, ലെജൻഡായ ഒരു കോച്ചുണ്ട്. ഇനി അവരുടെ കയ്യിൽ ആ ഒരു കോച്ചിന് സൂപ്പർ സ്റ്റാർസും അതുപോലെ തന്നെ വേൾഡ് വിന്നേഴ്സും ആക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ബ്രസീലിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സ്ട്രോങ് ആണ്. ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബക്കർ ഉണ്ട്. സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ഉണ്ട്. ആലിസൺ ബക്കറിനെ കുറിച്ചോ എഡേഴ്സനെ കുറിച്ചോ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. പ്രീമിയർ ലീഗ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇവരാരാണെന്നറിയാം. ലിവർപൂളിന് വേണ്ടി ഇപ്പോഴും ടോപ്പ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഗോൾ കീപ്പറാണ് ആലിസൺ ബക്കർ. എഡേഴ്സൺ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മൾട്ടിപ്പിൾ ടൈറ്റിൽസ് വിൻ ചെയ്ത ഒരു ഗോൾ കീപ്പറാണ്. ഇപ്പോൾ എഡേഴ്സൻ്റെ പെർഫോമൻസ് ലെവൽ ഇച്ചിരി താന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഒരു ടോപ്പ് ഗോൾ കീപ്പർ തന്നെയാണ് എഡേഴ്സൺ. ബ്രസീലിൻ്റെ സ്ക്വാഡിലെ ഡിഫൻഡേഴ്സിനെ നോക്കുമ്പോൾ 2 പേരുടെ പേരാണ് എടുത്തു നിൽക്കുന്നത്. അത് മർക്കീഞ്ഞോസും അതുപോലെ തന്നെ ഗബ്രിയേലുമാണ്. 2 പേരും ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ച പ്ലെയേഴ്സാണ്. ആഴ്സണലിന് വേണ്ടിയാണ് ഗബ്രിയേൽ കളിച്ചത്. മർക്കീഞ്ഞോസ് PSG വേണ്ടിയാണ് കളിച്ചത്. സെൻറ്റർ ബാക്ക് പൊസിഷൻസ് രണ്ടും സ്ട്രോങ് ആണ്. പക്ഷേ ലെഫ്റ്റ് ബാക്ക് പൊസിഷനും റൈറ്റ് ബാക്ക് പൊസിഷനും കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. മിഡ്ഫീൽഡിൽ പ്രതീക്ഷ നൽകുന്നത് ബ്രൂണോ ഗമീറസ് ആണ്. ഓൾ ആക്ഷൻ മിഡ്ഫീൽഡറാണ്. ന്യൂ കാസിലിൻ്റെ ടാലിസ്മാൻ മിഡ്ഫീൽഡറാണ് ബ്രൂണോ ഗമീറസ്. ബ്രൂണോ ഗമീറസിന് സപ്പോർട്ടായി ലൂക്കസ് പക്കേറ്റ ഉണ്ട്. അതുകൂടാതെ ഓൾഡ് വാർ ഹോസസായ കാസിമേറോയും ഫബീഞ്ഞോയും ഉണ്ട്. ബ്രസീൽ സ്ക്വാഡിലെ സ്ട്രോങ് പോയിൻറ്റ് അവരുടെ ഫോർവേഡ്സ് ആണ്. ശരിക്കും ഇവരുടെ ഫോർവേഡ്സ് ഫയറാണ്, പവറാണ്, അതുപോലെ തന്നെ വേഴ്സറ്റൈലുമാണ്. ഏത് സ്റ്റൈൽ ഓഫ് പ്ലേയ്ക്കും പറ്റിയ പ്ലെയേഴ്സ് ഇവരുടെ ഫോർവേഡ് ലൈനിലുണ്ട്. റഫീഞ്ഞ, നെയ്മർ, വിനീഷ്യസ് ജൂനിയർ, എൻറിക്, മത്തിയസ് കുഞ്ഞ, തീഗോർ, റയാൻ, അങ്ങനെ ആ ഒരു ലിസ്റ്റ് നീളുന്നു. ഓവറോൾ ബ്രസീലിൻ്റെ സ്ക്വാഡ് പെർഫെക്റ്റ് അല്ല. പക്ഷേ ആസ് എ ടീം ക്ലിക്കാകാൻ ചാൻസും ഉണ്ട്. ഇങ്ങനെ ടോട്ടലി പെർഫെക്റ്റ് അല്ലാത്ത ഒരു ടീമിനെ പെർഫെക്റ്റ് ആക്കുന്നത് അതിൻ്റെ കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് സ്കില്ലാണ്, ടാക്ടിക്സ് ആണ്, ഗെയിം മാനേജ്മെൻ്റ് ആണ്. ഇതെല്ലാം അറിയാവുന്ന, ഇതിലെല്ലാം നല്ല കഴിവുള്ള ഒരു കോച്ച് തന്നെയാണ് ബ്രസീലിനുള്ളത്, കാർലോ ആൻചലോട്ടി. ബ്രസീലിനെ പേടിച്ചില്ലെങ്കിലും കാർലോ ആൻചലോട്ടിയെ പേടിക്കണം. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെ പേടിക്കണം. ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ബ്രസീൽ നേടുമെങ്കിൽ അത് കാർലോ ആൻചലോട്ടിയുടെ തന്ത്രങ്ങളുടെ മികവിലായിരിക്കും.